ഇങ്ങനെ സിനിമാ നടൻ ഒരു സിനിമാ താരത്തിനൊക്കെ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെയാ വിവാഹം പ്രപ്പോസൽ എങ്ങനെ കണ്ടു? ഫാമിലിയായിട്ട് കുറച്ച് റിലേഷനൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല. തോമസ് ഊട്ടി വിട്ടോടാ നമ്മൾ എപ്പോഴും പറയുന്നത് കേട്ടോ. അതെ അതെ, അത് വിളിച്ചെന്നെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. വീട്ടിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആരൊക്കെയാണ്? 3 പേരിൽ ഏറ്റവും ദേഷ്യമുള്ളവർ? 3 പേർക്കും ദേഷ്യമുണ്ട്. സിനിമയിലേക്ക് വരുന്നതിന് മുന്നിൽ ആരെ പോലെ ആകണം? ഇപ്പോൾ ഈ സിനിമ അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കൂടി പോയിട്ടുള്ള കാര്യമല്ല, വാസ്തവത്തിൽ പാട്ടായിരുന്നു. നമസ്കാരം, NTVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സകുടുംബത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡാന സുമൻ. ഇന്ന് സകുടുംബത്തിൽ വളരെ സ്പെഷ്യലായിട്ടൊരു ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫാമിലിയെ പരിചയപ്പെടുമ്പോൾ നമ്മൾ എപ്പോഴും കറണ്ട് ട്രെൻഡിങ്, ഇപ്പോൾ വീഡിയോസ് ആകട്ടെ സ്റ്റേറ്റസ് അപ്ഡേറ്റിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന 46 വർഷമായി നമ്മളുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട അശോകൻ സർ, ആക്ടർ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് മ്യൂസീഷ്യൻ അശോകൻ സാറിനെയാണ് നമ്മൾ ഇന്ന് സകുടുംബത്തിൽ പരിചയപ്പെടുന്നത്. ഒപ്പം വൈഫ് ശ്രീജ ആൻഡ് മകൾ കാർത്തിയായനി. സ്വാഗതം. സ്വാഗതം. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ സകുടുംബത്തിൽ നമ്മൾ ഒരുപാട് കുടുംബങ്ങളെ കാണും. പക്ഷേ സാറിനെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്, സെലിബ്രിറ്റി ഇൻ്റർവ്യൂസിൽ. പക്ഷേ കുടുംബമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ സന്തോഷം തന്നെയാണ്. ഇതിന് മുന്നിൽ എന്നാണ് ലാസ്റ്റ് ഒരു ഫാമിലി ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടാവുക? കുറേ നാളായി അങ്ങനെ വളരെ ചുരുക്കമായിട്ട് അങ്ങനെ ഫാമിലി ഇൻ്റർവ്യൂസിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കാറുള്ളൂ. 1.5 വർഷം അല്ലേ, 1.5 വർഷമായിട്ട്. 17ാമത്തെ വയസ്സിലാണല്ലോ ഫസ്റ്റ് മൂവിയിൽ വന്ന് വളരെ ശ്രദ്ധേയമായ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് തുടക്കം തൊട്ട് ഭയങ്കര നോട്ടീസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണല്ലോ അശോകൻ സാർ ചെയ്തിട്ടുള്ള മുഴുവൻ. ഇങ്ങനെ സിനിമാ നടൻ ഒരു സിനിമാ താരത്തിനൊക്കെ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെയാ വിവാഹം പ്രപ്പോസൽ എങ്ങനെ കണ്ടു എന്ന് പറയുമോ? ഫാമിലിയായിട്ട് കുറച്ച് റിലേഷനൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല. കണ്ടു. സിനിമയിലൊക്കെ കാണുമല്ലോ. സിനിമയെ കണ്ടല്ല, നേരിട്ടും കണ്ടിരുന്നു. പത്മരാജൻ എൻ്റെ റിലേറ്റീവാണ്. ഓക്കെ. ഇപ്പം മരണം ആ സമയത്ത് പുള്ളി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് തൊട്ടിപ്പുറത്ത് നിന്ന്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ആക്ടർ, മമ്മൂക്ക നിൽപ്പുണ്ട്, നിറയെ പേര് നിൽപ്പുണ്ട്. കൂട്ടത്തിൽ അങ്ങനെ കണ്ടതേ ഉള്ളൂ. നമ്മൾ വായി നോക്കിയില്ല അല്ലേ? ഇങ്ങനെ നമ്മൾ ഡീസൻ്റ് മരണത്തിന്റെ ഫീൽഡിലായിരിക്കുമല്ലോ അല്ലേ? അല്ലാത്ത സന്ദർഭങ്ങളെ വായി നോക്കിയാനെ. അല്ല, ആരെയായിരിക്കും വന്ന് നോക്കിയിട്ടുണ്ടാവുക? ഇല്ല, ഞാനാണ് ഒരുപാട് പേര് വായി നോക്കാറുണ്ട്. അല്ല, ആ സമയത്ത് ആ സമയത്തല്ല, പൊതു സ്വഭാവം പറഞ്ഞാൽ. എന്നാലും പക്ഷെ രസമാണ്. എക്സ്പ്രസീവ് ആയിട്ടുള്ള ഐസാണ്. ഇപ്പോൾ ചിരിക്കുമ്പോൾ ആ സന്തോഷം തന്നെ കണ്ണിൽ വരുന്ന എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കണ്ണിന് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഐസ് കിട്ടുന്ന ഭയങ്കര ബ്ലെസ്സിങ് ആണ് ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ആസ് എ ഹ്യൂമൻ ബീങ്. പക്ഷേ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ എന്താണോ ഇമോഷൻ അത് മറ്റൊരാൾക്ക് പിടികിട്ടും. ദേഷ്യം വരുമ്പോഴും അതേപോലെ. അപ്പോൾ ഭയങ്കര ഉണ്ടകണക്ക് ഇങ്ങനെ തുറച്ച് ദേഷ്യപ്പെടുവോ? എന്താ പറയുന്നത് അങ്ങനെയാണ് വീട്ടില്. അപ്പോഴേ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇപ്പോൾ അശോകേട്ടൻ്റെ ഏറ്റവും റിയൽ സ്വഭാവം കൂടുതൽ വന്നിട്ടുള്ള 1-2 ക്യാരക്ടേഴ്സ് പറയാമോ മാം? അല്ല, ചില സീൻ കാണുമ്പോൾ ചിലത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതേ സ്വഭാവം. അല്ല, തിരിച്ച് സംഭവിക്കാറുണ്ടോ? വീട്ടിൽ ചില സന്ദർഭങ്ങളിൽ സ്വന്തം മൂവിയിൽ തന്നെ ചില ഡയലോഗ് തോമസ് ഊട്ടി വിട്ടോടാ നമ്മൾ എപ്പോഴും പറയുന്നത് കേട്ടോ. അതെ അതെ, അത് വിളിച്ചെന്നെല്ലാം കേട്ടു. ആ സിനിമ തന്നെ ഇപ്പോൾ നമ്മളിവിടെ കോൺടെസ്റ്റുകൾ നടത്താറുണ്ട് NTV പ്രേക്ഷകർക്ക്. അപ്പോൾ അതിനകത്ത് തോമസ് ഊട്ടി വിട്ടോടാ എന്ന് പറയുമ്പോൾ തന്നെ തോമസ് ഊട്ടി എന്നുള്ള ക്യാരക്ടർ അത് ഭയങ്കര ഹൈലൈറ്റ് ആണ്. അപ്പോൾ ആ പറയുമ്പോൾ തന്നെ നമുക്കറിയാം സിനിമ ഏതാണെന്ന്. അങ്ങനെ അപ്പം അതുപോലെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല വീട്ടിലോ? ഇല്ല. മോള് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ ഏത് ക്യാരക്ടറൊക്കെ ആയിരിക്കും എവിടെയെങ്കിലും? എനിക്കൊന്ന് റീസെന്റ് ആയിട്ട് കേമൻ സോമനിലെ ചില ചെറിയ ക്യാരക്ടേഴ്സ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതില് റിയൽ സംഭവങ്ങള് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ? അതാണ്. അപ്പം എന്തായാലും കേമൻ സോമൻ നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഡെഫിനറ്റ്ലി കണ്ടിട്ടുള്ള മൂവി തന്നെയാണ്. ആൻഡ് പിന്നല്ലേ അതുപോലെ തന്നെ നമുക്ക് മാസ്റ്റർ പീസിലെ ക്യാരക്ടർ, ഓ മൈ ഗോഡ്, അതിലെ അച്ഛൻ്റെ ക്യാരക്ടർ നമുക്ക് പല സ്ഥലത്തും നമ്മുടെ അച്ഛനോ മറ്റേതെങ്കിലും ഒക്കെ വീട്ടിൽ നല്ല പരിചയം തോന്നുന്നൊരു ക്യാരക്ടറാണ്. മാസ്റ്റർ പീസ് നല്ല ക്യാരക്ടറാണ്. കേമൻ സോമനും അതെ. 2 വെബ് സീരീസിലും വളരെ മേജർ ക്യാരക്ടർ തന്നെ. നല്ല അതിനകത്ത് ആ മോട്ടിവേറ്റിംഗ്, കേമൻ സോമൻ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. ഒരു മോൻ 10ാം ക്ലാസ് തോറ്റ് കഴിയുമ്പോൾ സാറാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ട്. ഞാൻ സ്കൂളിലേ പോയിട്ടില്ല. എന്ത് രസാണ്, ഭയങ്കര ഹിറ്റായ നല്ല ക്യാരക്ടറാണ്. 31 വർഷം ഒപ്പം കഴിഞ്ഞു. 32ാമത്തെ ആനിവേഴ്സറി ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് മെയ്യിൽ. ഈ ജേർണിയിൽ ഇപ്പോൾ ബീയിങ് ആൻ ആക്ടേഴ്സ് വൈഫ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം തിരിച്ചറിയുന്ന ഒരാളാണ്. പുറത്ത് പോകുമ്പോൾ ഒക്കെ ക്രൗഡ് എന്തായാലും ഡെഫിനറ്റ്ലി മറ്റുള്ളവർ ശ്രദ്ധിക്കും, വന്ന് സംസാരിക്കും. ഹൗ ചാലഞ്ചിങ് വാസ് ഇറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കില്ല അങ്ങനെ ആരാധന ഉള്ളതല്ലേ ഒരു ആക്ടറുടെ വിജയം. അതിങ്ങനെ ഓടി വന്ന് സ്ത്രീകളൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ സന്തോഷം. അടിയൊന്നുണ്ടാകില്ല. സ്ത്രീകളൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ സന്തോഷം പറയുന്നെങ്കിൽ പക്ഷേ അല്ല, വീട്ടിൽ വരുമ്പോൾ കത്തി വരെ നിർത്തും.
അതാണ് സത്യമല്ലേ. എന്തിനാണ് അവരെന്താ അങ്ങനെ കൂടെ അങ്ങനെ ഒന്ന് ചിരിച്ചെന്താന്ന് ഒരു ഫേമസ് ഒരു പള്ളിയിലച്ഛനുണ്ട്. ആ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ പറയും, സ്ത്രീകളുടെ ഓർമ്മശക്തി ഒരിക്കലും മാറുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ പണ്ടത്തെ ഗേൾഫ്രണ്ട് മുഖത്തൊരു മുഖക്കുരു ഉള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മനുഷ്യ എന്ന് പറഞ്ഞ അത് കൃത്യമായിട്ട് ഓർക്കുകയും ചെയ്യും നമ്മളതൊക്കെ. അതാണ് പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെന്നാ പറയുന്നല്ലോ. മോൾ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. അത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പാരന്റ് ടീച്ചർ മീറ്റിങ്ങിനൊക്കെ അച്ഛൻ വരുമായിരുന്നോ? ഞാൻ മെജോറിറ്റി എൻ്റെ സ്കൂളും കോളേജും ഒക്കെ ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ള പോലെ മലയാളീസ് അങ്ങനെ അധികം കുറച്ചുണ്ട്. വരാറുണ്ട്, അച്ഛനും അമ്മയും രണ്ടുപേരും വരാറുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ വരാറുണ്ട്. അറിയപ്പെടുന്ന ഒരു പോപ്പുലർ ആക്ടറിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനമായിരുന്നില്ലേ? പിന്നെ ഇപ്പോൾ ഫസ്റ്റ് 1-2 വർഷമൊന്നും അച്ഛന് വരാൻ പറ്റിയിട്ടില്ല. കാരണം ഷൂട്ടൊക്കെ ആകുമ്പോൾ പേരന്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് അപ്പോൾ വരാൻ പറ്റില്ല. അപ്പം അതുവരെ ആർക്കും അറിയില്ല അച്ഛനാണ് എന്നുള്ളത്, ആർക്കും അറിയില്ല. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഭയങ്കര അച്ഛൻ ആക്ടറായിട്ട് ഇങ്ങനെയാണോ, എന്തൊരു സിമ്പിളാണ്. ചിലർ ആദ്യം കാണുമ്പോൾ നല്ല ആറ്റിറ്റ്യൂഡാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പിന്നെ വളരെ സിമ്പിളാണ് അങ്ങനെയൊക്കെ. പിന്നെ 46 വർഷം മൂവി ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്. ഒരുപാട് ഫൈറ്റിംഗ് ആണല്ലോ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ആ ഒരു ചാലഞ്ചൊക്കെ ഇത്രയേറെ വർഷം നീണ്ടു നിന്ന് ഇപ്പോൾ ഐ വുഡ് ആക്ച്വലി സേക്കിനോ അന്നത്തെക്കാട്ടിലും എനിക്കിപ്പോഴത്തെ അശോകേട്ടനെ ഇഷ്ടം. എന്തോ രസമല്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. നമുക്ക് ചിരിക്കുകയാണെങ്കിൽ ചിരിക്കുന്ന, പിന്നെ ഇച്ചിരി കുഴുത്തുമ്പോൾ ഒരു ക്യാരക്ടറാണ് ഒരു രാഷ്ട്രീയക്കാരനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ ആയിരിക്കും രാഷ്ട്രീയക്കാരൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു കണക്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരുപാട് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. സർ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ദാറ്റ്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അറിയാമല്ലോ, സിനിമയുടെ ഡ്യൂറേഷൻ മാറിയിട്ടുണ്ട്, പാട്ടിൻ്റെ രീതി മാറിയിട്ടുണ്ട്, ഭാഷ മാറിയിട്ടുണ്ട്, സീനിൻ്റെ ബിറ്റ്വീൻ ദ ഷൂ മറ്റേയൊക്കെ ഭയങ്കര പെർഫെക്ഷൻ. ഇപ്പം അങ്ങനെയല്ലോ, ക്യാമറ ഒക്കെ കുലുങ്ങുമ്പോഴല്ലേ നമുക്ക് വ്യൂസ് കൂടുള്ളൂ. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ആ മാറ്റത്തെ കാണുന്നത്? കൂടുതൽ ബെറ്റർ ആണോ, കൂടുതൽ കൺവീനിയൻ്റ് ആണോ, അതോ കൂടുതൽ ചാലഞ്ചിങ് ആണോ? അല്ല, ചലഞ്ചിങ് ഇപ്പോൾ കൂടുതൽ ചലഞ്ചിങ് ആണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ വന്ന സമയത്തും ചലഞ്ചിങ് ആണെന്ന് പറയാൻ കാര്യം ഇന്നൊരുപാട് കോമ്പറ്റീഷൻസ് അല്ലേ ഇന്ന്. കാരണം ഓരോ സെക്കൻഡ്സിലും മണിക്കൂറുകളിലും ദിവസങ്ങളിലൊക്കെ പുതിയ പുതിയ ആൾക്കാർ, അഭിനയക്കാരാണെങ്കിലും ഡയറക്ഷൻ ഇതിലാണെങ്കിലും മറ്റ് ടെക്നിക്കൽ എല്ലാ ഇതിലും പ്രൊഡ്യൂസേഴ്സാണൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ. അപ്പോൾ ഇന്നാണ് കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ ഒരു അതിനുള്ള ശ്രദ്ധ, ഒരു കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ തീർച്ചയായിട്ടും ഒരു അധ്വാനം അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ബോളിവുഡ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ മലയാളം കോട്ട് ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ ബോളിവുഡ് എടുത്തു കഴിഞ്ഞാൽ പ്രിയങ്ക ചോപ്ര ഇപ്പോൾ ബോളിവുഡല്ല ഹോളിവുഡിലാണ്. അപ്പോൾ അവർ പറയും ഇങ്ങനെ ഓരോ ക്യാരക്ടറിനും ഓഡിഷൻസിനൊക്കെ പോയിട്ടാണ് ഇപ്പോഴും അത്ര എഫേർട്ട് ഡെസ്പൈറ്റ് ഇത്രയും പോപ്പുലർ ആയിട്ട് പോലും അങ്ങനെയാണ്. അപ്പോൾ അതുപോലെയാണോ മലയാളം ഇൻഡസ്ട്രി? ഇങ്ങനെ ഓഡിഷൻസിനൊക്കെ പോകേണ്ടി വരുമോ ഒരു ക്യാരക്ടർ? ഇല്ല, അങ്ങനെ മലയാളത്തിൽ അത്രയും നിബന്ധനകളൊന്നുമില്ല. നമ്മൾ മലയാളം വിട്ട് കഴിഞ്ഞപ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയൊക്കെ ഹോളിവുഡ് വരെ അങ്ങനെ അവിടെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മലയാളത്തിൽ അത് കുറവാണ്. പിന്നെ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ചിലർ നേരിട്ട് ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു മേക്കപ്പ് ടെസ്റ്റോ കാര്യങ്ങൾ അതൊക്കെ കുറച്ചുണ്ടാവും പുതിയ ആൾക്കാർ. കാരണം അത് മറ്റൊന്നുമില്ല, ഇപ്പം പുതിയ ഒരാൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ടാലൻറ്റ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഒരു നല്ല ഡയറക്ടേഴ്സ്, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ആക്ടറെ കണ്ടു കഴിഞ്ഞാലോ അവർ ചലനത്തിലെ മൂളലിലൊക്കെ അവർക്ക് ഈ ആൾക്ക് എത്രത്തോളം ടാലൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. നല്ല അത്രത്തോളം പണ്ടുള്ള ഇപ്പോഴും ഉണ്ടാവും, ഇങ്ങനെ ഇല്ലെന്നല്ല, അങ്ങനെ ഒരു അറിയാൻ പറ്റുമോ അതിനകത്ത് അയാൾക്ക് ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഒരു ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു നല്ല ഡയറക്ടർക്ക് പറയാൻ പറ്റും. ഇനീഷ്യൽ കാലഘട്ടത്തിൽ ഒത്തിരി മെലിഞ്ഞ ഒരു അശോകേട്ടനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു കണ്ണ് കുറച്ച് വലുത്, പക്ഷെ അത് കഴിഞ്ഞ് നല്ലൊരു ഗ്ലാമറസ് ഒരു അശോകേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരുപാട് ലുക്സ് കൂടുമ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട റീസൺ കൂടെ പറയാം. നമ്മളിപ്പോൾ ഇവിടെ NTV മീഡിയ പാർട്ണറായിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ ഒരു വെന്യൂയിൽ ഡാൻസ് റിഹേഴ്സൽ നടക്കുകയായിരുന്നു. അപ്പോൾ ഇവൻറ്റിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ നടി അന്നാണ് എത്തിയത്. ഈ ഡാൻസ് ടീം മുന്നേ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ടീമാണ്. അതിനകത്ത് കൂടെ ഉള്ള ഡാൻസേഴ്സിൽ ഒരു കുട്ടി നല്ല സുന്ദരിയായൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നടി വന്നിട്ട് റിഹേഴ്സ് ചെയ്യുമ്പോൾ പറഞ്ഞു, ഒന്നുകിൽ ഈ കുട്ടിയെ മാറ്റണം, ഇല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന്. ഒരു നടി ജസ്റ്റ് ബിക്കോസ് ആ കുട്ടി അത്രയും ഭംഗിയുണ്ട് അതുകൊണ്ടായിന്ന് വിഷ്വലി അങ്ങനെ ചെയ്തൊരു ആക്ട്രസ്, ഐ എം നോട്ട് കോട്ടിങ് ദ നെയിം, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഇവന്റ് ഓർഗനൈസർ ഐ റിയലി സല്യൂട്ട് ദാറ്റ് മാൻ. പുള്ളി പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ കളിക്കേണ്ട, അത്രേ ഉള്ളൂ, കാരണം ഇത്രയും എഫേർട്ട് എടുത്തൊരു ടീമാണ്. അപ്പോൾ ഇതുപോലെ ലുക്സിന്റെ കാരണം കൊണ്ട്, അതായത് ഗുഡ് ലുക്സ് ഉള്ളത് കൊണ്ട് അശോകേട്ടന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ?
ആ ഒരു കാലഘട്ടത്തിലൊരു ഒന്നുമില്ല. അത് കാര്യം ഞാൻ വന്നൊരു കാര്യം, അന്ന് സിനിമയിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ നമ്മളെ ഈ സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ, ഗ്ലാമർ സംഭവം, കൊണ്ട് മാറ്റാൻ അന്നത് ഒരുപാട് പേര് ആ കാലഘട്ടം, ഞാനും ഒക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഈ ഗ്ലാമർ സിനിമകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്കത് ഇഷ്ടമാണ്. അതൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ അത് കുറവാണ് അങ്ങനെ. ഓക്കെ. ചെറിയ കഥ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. മറ്റ് ലാംഗ്വേജിൽ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം, പറയാൻ പറ്റില്ല. ഈ തമിഴ് തെലുങ്കൊക്കെ ഈ ഗ്ലാമറിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ഹിന്ദിയൊക്കെ. മലയാളത്തിലൊരിക്കലും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്, എനിക്കറിയില്ല. പക്ഷേ മലയാളത്തിലൊരിക്കലും അങ്ങനെയില്ല. മലയാളത്തിൽ ഇപ്പോൾ ഗ്ലാമർ എന്ന് പറഞ്ഞ വിഷയം, ഒരു സംഭവം മലയാളത്തിൽ നോക്കാറില്ല. ഇല്ല. ഹീറോയിന് ഗ്ലാമർ ഇല്ലെങ്കിൽ നമുക്ക് എത്ര പേര് നമ്മൾ സാറ് സങ്കല്പിക്കുന്ന കറുത്ത ആൾക്കാർ, ശരിയാണേ, കറുപ്പിന് സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞ ഒരു രീതിയാണല്ലോ മനസ്സിൽ കിടക്കുന്നത്. അതൊന്നും ഇവിടെ വിഷയമില്ല. അപ്പോൾ മുമ്പ് നമ്മൾ പഴയ കാലം തന്നെ എടുത്താൽ പറയും, സത്യൻ എന്ന് പറഞ്ഞ ആക്ടർ കറുത്ത ഒരാളായിരുന്നു. ഏറ്റവും വലിയ ആക്ടറിലൊന്നും അന്നത്തെ 2-3 പേര്, പരമേശ്വർ, മധു, ഇവരൊക്കെ അത് ടോപ്പ് അന്നത്തെ, ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്. സത്യൻ മാസ്റ്റർ വളരെ കറുത്തൊരു മനുഷ്യനായിരുന്നു പുള്ളി. ആ പുള്ളി അദ്ദേഹം മരിക്കുന്ന വരെ ഭയങ്കര ക്യാരക്ടേഴ്സല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്ര വലിയ ക്യാരക്ടേഴ്സാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കറുത്തവർ. തമിഴ് നേരെ തിരിച്ചാണല്ലേ? തമിഴ് തിരിച്ചാണ്. രജനീകാന്ത് പറഞ്ഞ നടൻ, അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയില്ലേ, കറുപ്പല്ലേ അദ്ദേഹം. വിജയകാന്ത് കറുപ്പായിരുന്നു. നമുക്ക് പലരും പറയാൻ പറ്റും. അപ്പം മലയാളത്തിൽ പിന്നെ അതൊക്കെ പിന്നീടായിരിക്കും. തമിഴിൽ അങ്ങനെ അതിന് MGR, ശിവാജി ഗണേശൻ, അവരൊക്കെ നല്ല ഗ്ലാമറായിട്ടുള്ള ആൾക്കാർ, അവരെല്ലാം സൗന്ദര്യമുള്ളവരായിരുന്നു. പക്ഷെ അല്ലാത്തവർ ഈ പറഞ്ഞവരും ആ ലെവലിൽ വന്നില്ലേ. അപ്പോൾ അതും അവിടെ പോലും മാറ്റങ്ങളായി, എല്ലാ ഭാഷയിലും മാറ്റങ്ങളായി. മലയാളത്തിൽ ഒരു വിഷയമല്ല. മലയാളത്തിൽ മലയാളത്തിൽ ഏത് ഹീറോയിന് കറുപ്പാന്ന് പറഞ്ഞാലും കഴിവുണ്ടായാൽ മതി അല്ലേ, ടാലൻ്റാണ് ഇവിടെ പ്രധാനം. ആൻഡ് ശരിക്കും മലയാളം മൂവി ഇൻഡസ്ട്രി അങ്ങനെയാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. നമ്മുടെ വന്നിട്ടുള്ള ചില മൂവീസ്, സൂപ്പർ ഹിറ്റ് മൂവീസ്, അത് വേറെ ഭാഷകളിലൊന്നും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീല് കിട്ടത്തില്ല. കാരണം ഒരു വെള്ളം ഒഴിച്ചിട്ട് തണുത്ത ഫീലിംഗാണ്. കാരണം ഭയങ്കര ഡെപ്തല്ലേ നമ്മുടെ ഇമോഷൻസ് ആകട്ടെ. ഇപ്പോൾ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിൻ്റെ പോലും, ഇപ്പോൾ ഒരു അമ്മ കരയാണ്, അപ്പോൾ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരുടെ പോലും എക്സ്പ്രഷൻ വളരെ കെയർഫുള്ളി ക്യാപ്ചർ ചെയ്യും. അതെ, മലയാളത്തിൽ വളരെ കൂടുതലും ബിഹേവ് ചെയ്ത് പോകുന്നൊരു സംഭവമാണ് ആക്ടിങ് എന്ന് പറഞ്ഞപ്പോൾ. ഇനി ഇൻ കേസ് സപ്പോസ് ഇപ്പോൾ കുടുംബപരമായിട്ട് ഒരു ചിത്രം പിടിക്കുകയാണെന്ന് വിചാരിക്കുക, സാങ്കല്പികമാണ് കേട്ടോ, ചിലപ്പോൾ ഇനി ഇതൊക്കെ കേട്ട് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്താൽ നമുക്ക് കാണാൻ സന്തോഷമാണ്. കാരണം ഒരു ഫാമിലി പ്രൊഡക്ഷനൊക്കെ ഭായി വരാം അല്ലേ. അതെ. അപ്പോൾ മകളൊരു പ്രൊഡ്യൂസർ ആവുകയാണ്, ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളൊരു സിനിമ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ഏത് ഒരു ഫ്രെയിം, വാട്ട് സോർട്ട് ഓഫ് എ മൂവി ഇറ്റ് വുഡ് ബി? അതിൽ അച്ഛനും അമ്മയൊക്കെ ഏത് തരം ക്യാരക്ടർ ആയിരിക്കും ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ചിട്ട് പോലും ഇല്ല ഇതുവരെ. പക്ഷെ യൂഷ്വലി നടക്കുന്ന ഒരു ഹീറോ ഹീറോയിൻ അങ്ങനെ ഒരു സ്റ്റഫിലോട്ട് പോകാൻ ചാൻസ് ഇല്ല. മേ ബി ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റോറി, ആരുടെങ്കിലും ഒരു ലൈഫ് ബയോപിക് പോലെ, ബയോപിക് മാതിരി, അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ഒരു ലൈഫ് സ്റ്റോറി തന്നെ അങ്ങനെ ഒരു മൂവി ആയിട്ട് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും നോക്കാൻ ചാൻസ് ഉള്ളൂ. ഓൾറൈറ്റ്. ആ മൂവിയുടെ എങ്ങനെയായിരിക്കും അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ആൻഡ് ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? എനിക്കിതിനെ കുറിച്ച് ABCD അറിയാത്ത ഒരാളാണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എനിക്ക് അതിന് ആൻസർ പറയാൻ പറ്റില്ല. അതങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ അവൾ എക്സ്പെക്ട് ചെയ്തതല്ല. ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ. അത് അച്ഛൻ്റെ അമ്മയുടെ ക്യാരക്ടർ വെച്ച് അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഇല്ല, ഇൻ കേസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആരൊക്കെയാണ്? 3 പേരിൽ ഏറ്റവും ദേഷ്യമുള്ളവര്? 3 പേർക്കും ദേഷ്യമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് അച്ഛന് കുറച്ച് ദേഷ്യം, കുറച്ച് നേരത്തേക്ക്. അത് അല്പമൊക്കെ സത്യമുള്ളൂ, അല്പം അത്രേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല, ചെറുതായിട്ട്. ആൻഡ് ഇപ്പോൾ ഒരു പിണക്കത്തിന്റെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തണുപ്പിക്കുന്ന ആളാരാണ് 3 പേരിൽ? 3 പേരും തണുപ്പിക്കില്ല. ആണല്ലേ, ശാന്തം, ഇങ്ങനെ പിന്നെ സൈലൻസ് ആയിരിക്കും. 3 പേരിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഇത് ചെയ്യുന്ന അമ്മയായിരിക്കും. സോപ്പടിച്ച് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കും? അങ്ങനെയൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടെ അത് അവള് പറയാൻ എന്താണെന്നറിയോ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല, ശാപ്പാട്. അതുകൊണ്ടാ അത് പേടിച്ചോട് പറയുക. അതല്ല, പൊതുവെ കുറച്ചുകൂടെ ഒരു ഒന്ന് കാമായിട്ട് പിന്നെ കുറച്ചൊന്ന് ഹാൻഡിൽ ചെയ്യുന്ന അമ്മയായിരിക്കും. അല്ല, അമ്മയും ദേഷ്യമൊക്കെ ഉണ്ട്, ദേഷ്യം പക്ഷെ എല്ലാം ഉണ്ട്. ഇത് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ 3 പേര് കമ്പയർ ചെയ്യുമ്പോൾ
ആൻഡ് വീട്ടിൽ ഇപ്പോൾ സർപ്രൈസ് പാർട്ടികൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം സന്തോഷത്തിന് വേണ്ടി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് സന്തോഷം എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനോ പാഴ്സലോ സ്വിഗ്ഗിയിൽ നിന്നൊന്നും കിട്ടുന്ന സാധനമല്ല. നമ്മുടെ വീട്ടിലെ സന്തോഷം നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും, ചെറിയ മാറ്റങ്ങൾ, ചെറിയ മൊമെൻറ്റ്സ്, ഒരു പേഴ്സണൽ മൊമെൻറ്റ്സിലായിരിക്കും. ഒരു കൂടുതൽ വീട്ടിൽ നമുക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഓർക്കുമ്പോൾ സന്തോഷമുള്ള മൊമെൻറ്റ്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് വീട്ടിൽ ആരായിരിക്കും കൂടുതൽ എടുക്കുക? അത് കൂടുതലും അച്ഛനാണ്. എന്ത് സർപ്രൈസ് ഗിഫ്റ്റാണ് ആദ്യം വൈഫിന് കൊടുത്തിട്ടുള്ളത്? കല്യാണത്തിന് മുമ്പ് കൊടുത്തോ കല്യാണം കഴിഞ്ഞ് കൊടുത്തോ? കല്യാണത്തിന് മുമ്പ് ഇപ്പോഴത്തെ കൂട്ടല്ല, അന്ന് അങ്ങനെ സംസാരിക്കുന്നതന്നെ കുറവല്ലേ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി ഒന്നും ഇല്ല വാസ്തവത്തിൽ, സാധാരണഗതിയിലില്ല. മൊബൈലില്ല, മൊബൈലില്ല. പക്ഷെ നല്ലതാട്ടോ, അതുകൊണ്ട് കത്തുകൾ ഉണ്ടാവില്ലേ? ഇല്ല. അതുമില്ലേ? കത്ത് എഴുതിയിട്ടില്ലേ? കത്ത് എഴുതിയില്ല, എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ. കത്തില്ലാതെ, പക്ഷെ കത്തിയായിരുന്നു അന്ന്. കത്തിയായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും ആദ്യം കൊടുത്തിട്ടുണ്ടാവുക? ഓ, അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുത്തായിട്ട് തോന്നുന്നില്ലേ. ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേനും അന്ന് ഈ സാരി ചുരിദാറാണല്ലോ അന്നത്തെ ഒരു സംഭവം. നമ്മളങ്ങനെ സർപ്രൈസ് ചെയ്യുക അങ്ങനെ ഒരു സ്റ്റഫ്, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇത് ഇഷ്ടപ്പെട്ടാ ചോദിക്കാം, അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോയി എവിടെങ്കിലും ചോദിച്ച് എടുക്കാം, വാങ്ങിക്കാം, അങ്ങനെയുള്ള. പെട്ടെന്ന് വരുമ്പോ എടുക്കാം, അന്നേരം ചെന്നപ്പോ നടക്കും, പിന്നെ പറയും, പിന്നെ ചിലപ്പോ മേടിക്കും, അപ്പം പോയാൽ കിട്ടും എന്തെങ്കിലും. ഇന്നിപ്പോ അന്നത്തെ ഞങ്ങളുടെ ആ സാഹചര്യമല്ലേ ഇപ്പോഴും. അതെ അതെ. ഇന്നിപ്പോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ഇപ്പൊ ഒരു സീസണൽ ഗിഫ്റ്റാണ്. സീസണൽ ഗിഫ്റ്റാണ്. അതുപോലെ മദേഴ്സ് ഡേ ആട്ടെ, വാലന്റൈൻസ് ഡേ ആട്ടെ, അങ്ങനെ വാലന്റൈൻസ് ഡേ തന്നെ ഇപ്പോൾ ഒരു 10-12 ദിവസമാണ്. എനിവേ, കമ്മിങ് ബാക്ക്, ഇപ്പോൾ മൂവീസ് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ കഥാകൃത്തുകൾ ഒരു സിനിമ പറയുകയാണെങ്കിൽ സർ വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്യലുണ്ടോ? ഇങ്ങനെ ഒരു പ്ലോട്ട് ഇതാണ്, അഭിപ്രായമൊക്കെ എടുക്കലുണ്ടോ? പറയാറുണ്ട്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോ ഇങ്ങനെ ഇപ്പം അഭിനയിക്കുന്ന പുതിയ കമ്മിറ്റ്മെന്റുകളൊക്കെ സ്ക്രിപ്റ്റുകളൊക്കെ അയച്ചു തരും, സംസാരിക്കും. ഇപ്പം അല്ലാതെ അങ്ങനെ അപ്പോൾ അങ്ങനെ ഫാമിലി ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ അത് എന്ത് സബ്ജക്റ്റും ക്യാരക്ടറും ഒക്കെ ഞങ്ങൾ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അതിന് ഇതിന് മുന്നേ എപ്പോഴെങ്കിലും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ചെയ്യണ്ട എന്ന് വീട്ടിൽ പറഞ്ഞിട്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ചില സിനിമകൾ ചെയ്തിട്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ചില സിനിമകൾ. പൊതുവേ നടന്മാർ ഒക്കെ പ്രത്യേകിച്ച് മൂവി ഇൻഡസ്ട്രിയിലുള്ളവർ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദംസെൽസ്. അപ്പോൾ വെളിപ്പെടുത്താറില്ല. എന്നാലും ചോദിക്കുകയാണ്, സിനിമയിലേക്ക് വരുന്നതിന് മുന്നിൽ ആരെപ്പോലെ ആകണം? ഇപ്പോൾ പഴയ നടന്മാരായിരിക്കാം, ഇല്ലെങ്കിൽ ദർ വുഡ് ഹാവ് ബീൻ എ റോൾ മോഡൽ, അല്ലേ? ഇദ്ദേഹത്തെ പോലെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും അനുകരിക്കുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറയാം, ഞാൻ ഈ സിനിമ അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കൂടി പോയിട്ടുള്ള കാര്യമല്ല. വാസ്തവത്തിൽ പാട്ടായിരുന്നു. പാട്ട് ഈ ഗായകനാകാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗായകനാകാൻ വേണ്ടി ആഗ്രഹിച്ചു, നടന്നില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹം സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ചിന്തിക്കുക, ആഗ്രഹം ചെയ്യുന്ന ഒരൊറ്റയാൾ യേശുദാസാണ്. പക്ഷേ ഇനിയും വൈകിട്ടില്ല കേട്ടോ, ഞാൻ പറയാണ്. കാരണം നന്നായി പാടും. നമുക്ക് എന്തായാലും ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ ഒരു പാട്ട് വേണം. അപ്പോൾ ഈ 46 വർഷം ഇത്രയേറെ സ്ട്രോങ് ആയിട്ട് മൂവി ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് ഇതുവരെ പാടാൻ സാധിച്ചില്ല, സങ്കടം ഉണ്ടോ? ഞാൻ പാലും പഴം എന്ന സിനിമ ഞാൻ പാടി. പാലും പഴം VK പ്രകാശിൻ്റെ സിനിമയാണ്. അതിനകത്ത് ഒരു പാട്ട് പാടി. അപ്പം അത് പാട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ലിപ്പ് കൊടുത്ത എൻ്റെ വോയിസിന്. ഞങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ അത്. അതിനകത്ത് അതിൽ ഹീറോയിൻ, അങ്ങനെ മറ്റു ആർട്ടിസ്റ്റുകൾ ഞങ്ങളെല്ലാം കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിന് ലിപ്പ് ഞാൻ തന്നെ കൊടുത്തത്. നമ്മുടെ അറിവിൽ പെടാണ്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, പാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മളത് കാണുന്നുണ്ടാവും. പിന്നെ ഒരു ആഗ്രഹം ഇടയ്ക്ക് പിന്നീട് തുടങ്ങിയ ഒരു ആഗ്രഹമാണ്, ഒരു സിനിമ ഗാനം, ഒരു പാട്ട് സംഗീത സംവിധാനം ചെയ്യണം എന്നുള്ളത്. അതും സാധിച്ചു. അത് ശ്രീകുമാരൻ തമ്പി രചിച്ച്, അത് വലിയ ഭാഗ്യമായി. ജയചന്ദ്രൻ ചേട്ടൻ, അത് തമ്പി ചേട്ടനും കൂടെ അത് പാടി എഴുതി, അദ്ദേഹം പാടി, അത് വലിയ ഭാഗ്യമാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തത് ബാബു തിരുവല്ല, അമരമൊക്കെ എടുത്ത. അമരം എന്തോ മൂവിയാണ്. അപ്പോൾ അത് അങ്ങനെ ആക്സിഡൻ്റ് അത് കുറച്ച് കാലമായിട്ട് കിടന്നൊരാഗ്രഹമാണ്. പിന്നീട് ആ സിനിമ, പക്ഷേ സിനിമ തിയേറ്ററിലായിട്ട് വന്നില്ല, ഒരു ഓൺലൈൻ റിലീസായിട്ടങ്ങ് പോയി. അപ്പോൾ എനിക്ക് സത്യത്തിൽ അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രയാസം നമുക്കുണ്ട്. ഒരു സിനിമയിൽ വന്ന് പോയില്ലല്ലോ എന്നൊരു. അല്ല, കാരണം ഞാൻ ഈ ചോദ്യം സ്പെസിഫിക്കലി ചോദിച്ചത്, ഇപ്പോൾ ചില ആളുകളുണ്ട് ഒരു ചെറിയ 1-2 മൂവീസ് ചെയ്ത് ക്യാരക്ടർ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത്രയേറെ നമുക്ക് ബൈ ഡിഫോൾട്ട് ഒരു ഡയലോഗ് ഇല്ലെങ്കിൽ ഒരു സീൻ, ഇപ്പോൾ പോലും സ്റ്റേറ്റസ് മെസ്സേജിൽ പലതും പഴയ മൂവീസ്, ശോഭന ചേച്ചിയോടുള്ള സീനൊക്കെ അതൊക്കെ വരലുണ്ട്. അപ്പോൾ ഈ ഇത്രയേറെ പോപ്പുലർ, ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ ഇത്രയേറെ ശ്രമിച്ചാൽ നടക്കുമായിരുന്നില്ലേ എന്ന് തോന്നിയിട്ടില്ലേ?
അതെന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സിനിമയിൽ. അപ്പം മുൻപ് മമ്മൂട്ടി ചോദിക്കാനും മമ്മൂക്ക അത് ചോദിക്കാറുണ്ട്, നിനക്ക് നീ അഭിനയിക്കുന്നപ്പോൾ നിനക്കൊരു പാട്ട് പാടിക്കൂടെ എന്ന് ചോദിക്കുമായിരുന്നു. MG രാധാകൃഷ്ണൻ ചേട്ടൻ ചോദിക്കാൻ, മ്യൂസിക് ഡയറക്ടർ. ഞാൻ ചേട്ടാ എനിക്കൊരു പാട്ട് എങ്ങനെയെങ്കിലും തന്നെ പറയും. അപ്പം ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ഈ MG രാധാകൃഷ്ണൻ ചേട്ടൻ ഓൾ ഇന്ത്യ റേഡിയോയിലെ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അപ്പം ഞാൻ അദ്ദേഹം ലളിത സംഗീത പാഠമൊക്കെ അതിനകത്ത് പഠിപ്പിക്കുകയും ഓൾ ഇന്ത്യ റേഡിയോയിൽ ചില പാട്ടുകളൊക്കെ അന്ന് ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റായിരുന്നു അന്ന്. അപ്പോൾ വല്ലപ്പോഴും എന്നെ വിളിക്കുമ്പോൾ പോയി പാടും. അപ്പോൾ അതിൽ കമ്പോസ് ചെയ്യുന്നത് രാധാകൃഷ്ണൻ ചേട്ടനായിരിക്കും ചിലപ്പോൾ, ചില സമയത്ത് എഴുതുന്ന കുറുപ്പ് സാറിൻ്റെ വരികൾ. അങ്ങനെ അതിനകത്തിൻ്റെ പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, സിനിമയിൽ ചേട്ടാ എനിക്കൊരു പാട്ട് തരുമെന്ന് ചോദിക്കും. നിനക്ക് നീ അഭിനയിക്കുന്നപ്പോൾ നിനക്ക് പാടാമല്ലോ, അല്ലെ നീ വരാനോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ എന്നോട് പറയും. പക്ഷെ ഞാനത് അപ്പോഴും വിട്ടുകളയും. ഞാൻ സത്യത്തിൽ അന്ന് ഇപ്പം ആലോചിക്കുന്നു, അന്നത് ശ്രമിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും പടത്തിലൊക്കെ പാടാമായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരുപാട് ഇതിൽ പാടാൻ നല്ല ശബ്ദം, നല്ല പാടാമായിരുന്നു അന്നൊക്കെ. യെസ്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു പാട്ട് വേണം. അത് കഴിയുമ്പോൾ നമ്മളൊരു ചെറിയൊരു ഗെയിമിലേക്ക് പോകും. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ് കേട്ടോ. ഇഷ്ടമാവും, നല്ല ഗെയിമാണ്. അപ്പം എന്നാലും നമുക്ക് പോവാണ്. ആ ഗെയിമിനല്ല പൈസ കിട്ടുമോ? പൈസ ഇല്ല, നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ ചായ ബിസ്ക്കറ്റ് അത് വേണ്ട അല്ലേ? അപ്പം എന്നാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമുകിലിൻ സുരവിലസ്ഫുരകണം, കളമൊഴിയോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമുകിലും സുരവില സൂര്യകണം. അടിപൊളി അടിപൊളി. ഇത് പാടുമ്പോൾ ആരെയാ സങ്കല്പിച്ചേ? ആരെയും സങ്കല്പിച്ചു? ചുരുൾമുടി എന്നൊക്കെ പറഞ്ഞു. അല്ല, അതുകൊണ്ട് ചില ആൾക്കാരാണ് ഞാൻ പറയുന്നില്ല. അല്ല, ഞാനോർത്തു വൈഫിന്റെ പേര് ഇപ്പൊ പറയുന്നു. ഓ, അത് പറയത്തില്ല. ഇനി അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു. മകള് ഇപ്പോൾ HR-ലാണ് വർക്ക് ചെയ്യുന്നത്. ഷീസ് വർക്കിംഗ് ഫോർ കോർപ്പറേറ്റ്. അപ്പോൾ എന്തുകൊണ്ട് മകളെ മൂവി ഇൻഡസ്ട്രിയിലേക്ക് അയക്കാൻ തോന്നിയില്ല? അല്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചിന്തിക്കൊന്നും ചെയ്തിട്ടില്ല നമ്മൾ. അങ്ങനെ ഒരു ചിന്ത, അവൾ ഏതായാലും അത്യാവശ്യം പഠിച്ച് വരട്ടെ, പഠിക്കുന്നവളാണ്. പിന്നെ അവളുടെ കൂടെ ഒരു താല്പര്യം ഉണ്ടല്ലോ അതിനകത്ത്. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് മൂവിയോടൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല, ഒരു പാഷൻ തോന്നിയില്ല? മൂവീസൊക്കെ ഇഷ്ടമാണ്, കാണാറുണ്ട്. പക്ഷെ ആ ഫീൽഡിലോട്ട് എനിക്കങ്ങനെ വരണം അങ്ങനെ തോന്നിയിട്ടില്ല. അത് എനിക്ക് പറ്റിയ ഫീൽഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ കോർപ്പറേറ്റ് ലൈഫ് അങ്ങനെ, അതുകൊണ്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അച്ഛൻ എപ്പോഴേലും ഇപ്പോൾ സ്കൂളിലൊക്കെ പലപ്പോഴും കലാപരിപാടികൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, പഠിച്ച സ്കൂളിലും കോളേജിലൊക്കെ. അപ്പോൾ ആ സമയത്ത് എലക്യൂഷൻസിനോ അല്ലെങ്കിൽ പോട്ടെ ഇപ്പോൾ സ്കിറ്റ് ആവട്ടെ അങ്ങനെയൊക്കെ ചെയ്യാൻ അച്ഛൻ എപ്പോഴേലും വീട്ടിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? കോച്ച് ചെയ്യുക, ഇപ്പോൾ ഡയലോഗ് ഡെലിവറി ആവട്ടെ അല്ലെങ്കിൽ അഭിനയിക്കാൻ എന്തെങ്കിലും വീട്ടിലെങ്കിലും അച്ഛൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റഫിനെക്കാളും ഡാൻസ്, എനിക്ക് ഡാൻസിലോടാണ് കൂടുതൽ. അച്ഛൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സ്കൂളില് അച്ഛൻ്റെ തന്നെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റേജില് ചീഫ് ഗസ്റ്റ് ആയിരിക്കും അച്ഛൻ. അപ്പൊ അതില് ഞാൻ പോയി അച്ഛന്റെ മുഖത്തോട്ട് നോക്കത്തില്ല, ചിരി എന്റെ മുഖത്ത് നോക്കില്ല അവള് സ്റ്റേജ്. അപ്പൊ വേറെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്റ്റാർ കിഡ്സ് പറയുന്ന ഒരു ഇതാണ്, അവർക്ക് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ അമ്മ ആരാണോ ആർട്ടിസ്റ്റ് എന്നുള്ളത് അവരെ മറ്റൊരാൾ സ്നേഹിക്കുമ്പോൾ കുശുമ്പ് വരും. അങ്ങനെ വന്നിട്ടുണ്ടോ? ചെറുപ്പത്തിലൊക്കെ എന്റെ അച്ഛനാന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സീനൊക്കെ കാണുമ്പോ, ചില സീൻ കാണുമ്പോ പിന്നെ ഇങ്ങനെ അടിച്ച് കൊല്ലുന്ന അങ്ങനെ ഒന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കൊച്ചിലെ. എല്ലാവരുടെ അടുത്ത് എന്റെ അച്ഛനും വരത്തില്ല, കരഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഓടിച്ചെന്ന് തോളയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. ചെറുപ്പത്തിലെ സീനൊക്കെ കാണുമ്പോ അത് റിയൽ ആണോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ. അങ്ങനെയല്ല, പിന്നെ കണ്ണ് പറയുന്നുണ്ട് കേട്ടോ. ഇത് കൂടെ വരയ്ക്കും, വരയുണ്ട്, രണ്ടുപേരും വരയ്ക്കും, വരയ്ക്കും, പഠിച്ചിട്ടുണ്ടോ? രണ്ടുപേരും ഉണ്ട്.
എന്തായാലും ആ ഒരു ബോണ്ടിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റാർസിനെ ഒക്കെ കാണുമ്പോൾ, പക്ഷേ ഈ ഒരു വോംത്ത് എനിക്ക് എല്ലാവരിലും കണ്ടിട്ടില്ല. കാരണം മകള് സ്കൂൾ ടൈമിലുള്ള ഒരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ കണ്ണ് നിറയണം. ആൻഡ് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു എങ്ങനെ അശോകേട്ടാ ഈ ഇത്രയും 46 വർഷത്തിൽ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണ്ണം തന്നെ എനിക്ക് ലിസ്റ്റ് എണ്ണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പക്ഷേ എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും? കറക്റ്റ് എനിക്ക് ആക്യുറേറ്റ് എനിക്കറിയില്ല, എന്നാലും ഒരു 250 ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഒരു 225 മേൽ പ്ലസ് വന്നിട്ടുണ്ടാവും. ഈ 250 ഇടയിൽ വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു 32 വർഷം. അപ്പോൾ ഒരുപാട് ടൈം ഫാമിലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആവാം, ചിലപ്പോൾ ആനിവേഴ്സറീസ് ആവാം, ചിലപ്പോൾ ഓണം ആവാം, ക്രിസ്മസ് ആവാം, വിഷു ആവാം, അങ്ങനെ കുടുംബമായിട്ടുള്ള ഒരുപാട് ഒത്തുചേരലുകളിൽ ടൈമിൽ എത്താൻ കഴിയാണ്ടിരുന്നിട്ടുണ്ടാവാം അല്ലേ? ചുരുക്കമായിട്ട് കഴിയുന്നത് ഞാനത് നേരത്തെ അവരോട് പറയും. ഞങ്ങളെയൊക്കെ കൂടുതൽ ഞങ്ങൾ പറയും വേണ്ട അതിന്, പക്ഷെ എപ്പോഴും ഇല്ല, ചില സമയത്ത് ഇപ്പോൾ ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ഓണം സംഭവങ്ങളൊക്കെ, മറ്റ് ക്രിസ്മസ്, വിഷു, ഇതൊക്കെ രാത്രി വന്നിട്ട് നാളെ രാവിലെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. തലേദിവസം വന്നിട്ട് ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഉടനെ പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മിക്കവാറും, പിന്നെ ചുരുക്കം ചില സന്ദർഭം എബ്രോഡ് വല്ല ഷൂട്ടിംഗ് പ്രോഗ്രാമൊക്കെ പറ്റില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ അത്യാവശ്യ കേസുകളൊക്കെയാണ് നമുക്ക് വരാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ആ എടുത്ത എഫേർട്ട് തന്നെ ആയിരിക്കും ഇത്രയേറെ ഒരു വോംത്ത് ഫാമിലിയുടെ ഉള്ളിലുള്ളത്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയില്ല, നമ്മൾ എന്ത് നേടിയിട്ട് വന്നാലും തിരിച്ചു വരുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനൊപ്പം കുടുംബം ഉണ്ടാവും. ഞങ്ങളുടെ രണ്ടിൻ്റെയും പിറന്നാൾ ദിവസം ഞങ്ങളെക്കാൾ കൂടുതൽ ഓർത്ത് വെച്ചിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് ശരിക്കും ഐ എം സീയിങ് ദിസ് ഫ്രം മൈ ഹാർട്ട്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തീർന്നിട്ടില്ല, ഇനി നമ്മുടെ ഗെയിമിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിൽ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദിച്ചോട്ടെ, നമ്മുടെ ശിവേട്ടൻ, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, ആര്യൻ കെയറിൻ്റെയും ആയുഷിൻ്റെയും ഒക്കെ ഡയറക്ടേഴ്സിൽ ഒരാളാണ്, ഫൗണ്ടർ ഡയറക്ടറാണ്. അപ്പോൾ എന്തായാലും ശിവേട്ടനെ എങ്ങനെയാണ് അറിയുന്നത്? ശിവകുമാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ കുമാർ, അതെ, നമ്മൾ വിളിക്കുന്ന കുമാർ. അതെ, കുമാറിന്റെ ഒരു 18 വയസ്സ് മുതൽ എനിക്ക് അടുപ്പമുണ്ട്. ഓ, അപ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ അവിടെയും ഉണ്ട്. ഇന്റർവ്യൂവിന് മുന്നിൽ വേണം. എൻ്റെ നാട്ടിൽ ആലപ്പുഴ ജില്ല ഹരിപ്പാടിനടുത്താണ്. അപ്പോൾ അതിനടുത്ത് നമുക്ക് കുമാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരാള്, ഞാൻ കുമാറിൻ്റെ ഒക്കെ പരിചയമുള്ള ഒരാളാണ്, എനിക്ക് അടുപ്പമുള്ള ഒരു ശിവകുമാണ്. അങ്ങനെയാണ് അടുപ്പം. 18 വയസ്സ് മുതൽ. കുമാർ ശരിക്കും തൃപ്പൂണിത്തുറക്കാരനാണ് ശിവകുമാർ. പക്ഷേ പഠിച്ചത് വളർന്നതെല്ലാം എൻ്റെ അടുത്താണ്. ചെന്നൈ. അന്ന് മുതലുള്ളൊരു അടുപ്പമാണ്. ചെന്നൈയല്ല, മാവേലിക്കര ഞങ്ങളുടെ അടുത്താണ്, ഹരിപ്പാടിനടുത്ത്. അപ്പൊ അന്ന് മുതലുള്ള ഒരു അടുത്ത ബന്ധമുണ്ട് വർഷങ്ങളായിട്ട്. കുഞ്ഞിനെ പോലെ എൻ്റെ വീട്ടിൽ വരാറുണ്ട്, കുമാറിൻ്റെ ഒക്കെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ കുമാർ ഇവിടെയാന്നുള്ളത് ഞാൻ കുറേ നാൾ ശേഷം അറിയുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഈ ഗെയിം മകൾക്കും വൈഫിനും ഉള്ളതാണ്. അപ്പം എന്തായാലും ഞാൻ ഒരു സെലക്റ്റഡ് ഒരു 5-6 മൂവീസിനെ എടുത്തിട്ടുണ്ട്. ആ സീൻ കാണിക്കും, അതിനകത്ത് ക്യാരക്ടർ നെയിമാണ് ഗസ് ചെയ്യേണ്ടത്. ഓക്കെ, കടുത്ത പോരാട്ടമായിരിക്കണേ. ഒന്ന് ആ സ്പേസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കയ്യിൽ വെച്ചോളൂ. സ്പേസ് ബട്ടൺ പ്രസ് ചെയ്തോളൂ. അമ്മയും മോളും ഒരുമിച്ച് കാണട്ടെ. ആ സ്റ്റിൽ മാസ്റ്റർ പീസ് എന്നുള്ള നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട സീരീസായിട്ട് വന്നു, പക്ഷെ ഗംഭീരമായിരുന്നു. അത് മൂവിയായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി, കാരണം വലിയ സ്ക്രീനിൽ കാണാമല്ലോ തിയേറ്ററിൽ. അപ്പോൾ അതിനകത്തെ ക്യാരക്ടർ നെയിം പറയാവോ? പള്ളിയുടെ വാതിൽക്കൽ കാലൊടിയുന്ന കെയിൽ തുടങ്ങും, പേരിൽ അച്ഛനുണ്ട്. തോമാച്ചൻ കെയിൽ തുടങ്ങും, അച്ഛനുണ്ട് പേരിൽ. കുരിയച്ചൻ. അപ്പൊ എനിക്കൊരു പോയിന്റ് ആയേ. അടുത്ത രണ്ടാമത്തേതിലേക്ക് പോവാം. നൻപകൽ നേരത്ത് മയക്കം എന്നുള്ള മൂവിയുടെ ഒരു സ്റ്റില്ലോ വീഡിയോ ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇതിനകത്തെ ക്യാരക്ടർ നെയിം അറിയോ? ക്ലൂ പറഞ്ഞാൽ പേര് തുടങ്ങുന്ന ബിയിലാണ്. പേരിൽ കുട്ടിയുണ്ട്. നേരത്തെ അച്ഛനുണ്ട്, ഇതിൽ കുട്ടിയുണ്ട്. ഇപ്പൊ കിട്ടിയില്ലേ? ആ, ബിയിൽ തുടങ്ങും, കുട്ടിയുണ്ട്. ഗസ്സേ. ആ, ഭാസ്കരൻ കുട്ടിയല്ല. 4 അക്ഷരത്തിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞു. ബി കഴിഞ്ഞ് കുട്ടിയാണ്, അതിൻ്റെ ഇടയിൽ 3 അക്ഷരേ ഉള്ളൂ. ബിജുക്കുട്ടി അല്ല, ബിജുക്കുട്ടിയല്ല. ആ, ഏകദേശം ഇതുപോലെ ഒന്ന് ചിന്തിച്ചാൽ കിട്ടും. ഒരക്ഷരം കൂടെ തന്നാ ഗസ് ചെയ്യോ? ബി കഴിഞ്ഞ് എ കഴിഞ്ഞിട്ടാണ്. ബാബു. അടുത്തതിലേക്ക് പോവാം. ഇൻ ഹരിഹർ നഗർ. പെട്ടെന്ന് പറഞ്ഞോ. തോമസ് കുട്ടി. മോൾക്കാണ് പോയിന്റ് ആദ്യം കൊടുക്കുക. അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ജാലകം എന്നുള്ള മൂവിയിലാണ്. അതിനകത്ത് ക്യാരക്ടർ നെയിം അറിയോ? കുറച്ച് പഴക്കമാണ് അല്ലേ? ഇതിനകത്തൊരു ജാതി പേരിന്റെ എൻഡിലുണ്ട്. പിന്നെ നമ്മൾ വീട്ടില് കുട്ടികൾക്ക് മിക്കവാറും ചെല്ലപ്പേരിടുന്ന ഒരു പേര്, എയിൽ തുടങ്ങുന്ന ഒരു പേരാണ്.
അപ്പുവാണ്. ആ അപ്പു വി നായർ എന്ന ക്യാരക്ടർ correct. 2 പോയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, മൂന്നാം പക്കം മൂവിയിലെ ക്യാരക്ടർ നെയിം. ഇതിലും ഒരു ജാതി പേര് എൻഡിലുണ്ട്, ഒരു സംവിധായകന്റെ പേര് ഫസ്റ്റ് നെയിമാണ്. അതൊക്കെ മറക്കാൻ പാടില്ലാത്ത സിനിമകളും പേരുമാണതല്ല. മൂന്നാം പക്കം ഒരക്ഷരം കൂടെ തരട്ടെ, ആറിൽ തുടങ്ങും. രഞ്ജിത്ത് മേനൻ എന്നുള്ള ക്യാരക്ടർ നെയിം അറിയാറുന്നല്ലേ? പറയുമ്പോഴറിയാം. അതാണ്. അപ്പം എന്തായാലും അശോകേട്ടാ, നമ്മൾ ക്യാൻ വി എക്സ്പെക്ട് ഇപ്പോൾ സിനിമ പിടുത്തം, ഇപ്പോൾ സിനിമ ഡിറക്ഷനിലേക്ക് ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് വർഷം ചെയ്തില്ലേ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ക്യാമറയിൽ എന്തെങ്കിലും ബെറ്റർ ആംഗിൾ ഉണ്ടോ എന്ന് വരെ തിരിച്ചറിയാവുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ സിനിമ സംവിധാനം ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഒരു സിനിമ അങ്ങനെ ഒരു ധാരണയിലൊക്കെ വന്നു. ഒരു പടം സംവിധാനം ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കോവിഡിൻ്റെ ഒരു മൂർധന്യാവസ്ഥയായി. അതൊരു പ്രധാന ഘടകം. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ചില ആൾക്കാരുടെ യോഗമല്ല, അവരുടെ ഒരു എന്താ പറഞ്ഞത്, അവർ കിട്ടാൻ കുറച്ച് വൈകുന്നു. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഒക്കെ കിട്ടാൻ കുറച്ച് വൈകി. ഞാൻ മനസ്സുദ്ദേശിച്ച ചില ആൾക്കാരുടെ അത് കോവിഡ് ടൈം കൊണ്ടായിരിക്കാം, അതങ്ങനെ അങ്ങ് നീണ്ടുപോയി. പിന്നെ ഇപ്പോഴും ഇങ്ങനെ പെൻഡിങ് നിൽക്കുക. ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം അല്ലേ? അതേക്കുറിച്ചൊന്നും പറയാൻ മേ ബി പറ്റില്ല. 50ാമത്തെ വർഷം സിനിമയിലേക്ക് വന്ന 50ാം വർഷത്തെ പ്രമാണിച്ചിട്ടെന്നായിരിക്കും ട്രെയിലറിൽ വരാൻ പോണേ. അതിനകത്ത് പാട്ടും പാടണം, അത് വിട്ടുകൊടുക്കരുത്, സ്വന്തം സിനിമയിൽ പാടണം. ആണോ? നല്ല പാടണം കേട്ടോ. സ്വന്തം സിനിമ സംവിധാനം, നിർമ്മാണം, പാട്ട്, എഴുത്ത് എല്ലാം ഞാൻ കാണാൻ നമ്മളുണ്ട്. ഞാൻ തന്നെ വേണം. ഇല്ല കാണാൻ അല്ലല്ല, എല്ലാമല്ല, കുറച്ചൊക്കെ ബാക്കി ആരെങ്കിലും ഒക്കെ നമ്മൾ കൂട്ടണം കേട്ടോ. ബിഫോർ വി കൺക്ലൂഡ് ദ ഇൻ്റർവ്യൂ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പലതരം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഏത് ക്യാരക്ടറാണ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഇതുവരെ ചെയ്യാൻ സാധിക്കാതെ മിച്ചമിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ്? അതങ്ങനെ ഒരു പർട്ടിക്കുലർ അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഓർമ്മയില്ലേ, ഇതിപ്പോൾ വായിക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ക്യാരക്ടർ വരെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊരു ഭാഗ്യമുണ്ടായി. ഇനി ഏതായിരിക്കും ഒരു ആഗ്രഹമുള്ളത്? ഇപ്പോൾ ബയോപിക്കിൻ്റെ രീതിയിലാവട്ടെ, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ആവട്ടെ, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി, MT വാസുദേവൻ നായർ, പിന്നെ ഉറൂബ്, പിന്നെ SK പൊറ്റക്കാട്, K സുരേന്ദ്രൻ, ഓഫ്കോഴ്സ് പത്മരാജൻ, തീർച്ചയായും ഇവരുടെയൊക്കെ പടത്തിൽ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് വേറെ P ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ എനിക്ക് ചുണ്ടാനൊക്കെ സാധിച്ചു. ONV കുറുപ്പ് സാറ്, ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ, വയലാർ സാറിൻ്റെ നിർഭാഗ്യവശ പട്ടിയിൽ ഞങ്ങൾ വരുന്ന സിനിമയിൽ അദ്ദേഹം മൺപറഞ്ഞു പോയി. പിന്നെ യേശുദാസേട്ടൻ്റെ പാടിയ പാട്ട് ചുണ്ടാനൊക്കെ സാധിച്ചു. എന്നാലും ഒരുപാട് സന്തോഷം നമ്മളോടൊപ്പം ഇത്രയേറെ ടൈം ഉണ്ടായിരുന്നു. ഒരു 2 വരി പാട്ടും കൂടെ പാടി നമുക്ക് ആ മധുരം കൂടെ ആഘോഷിച്ചുകൊണ്ട് ഇന്നത്തെ സകുടുംബം എപ്പിസോഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഇനിയും പാട്ട് പാടി അവരെ ഒരാഗ്രഹമാണ്, ഒന്ന് ഓർത്തോക്ക്, ആഗ്രഹിച്ചത് മ്യൂസീഷ്യൻ ആവാനാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വീകരിക്കൂ. ഒരു ദലം മാത്രം വിടന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു, തരളക പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു, തരളക പോലങ്ങൾ മുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? ഇനി നമുക്ക് NTV പ്രേക്ഷകർക്കൊപ്പം 46 വർഷം അശോകൻ സാറ് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ തിളങ്ങി ഗംഭീരമായ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഇതുപോലെ എക്സ്പെക്റ്റ് ചെയ്യും. ഇതിനെക്കാട്ടിലും വ്യത്യസ്തമായ ക്യാരക്ടേഴ്സും, പിന്നെ കോമഡി വിട്ട് കളയരുത് കേട്ടോ, ഭയങ്കരമായിട്ട് ചേരും. എന്നാലും കോമഡിയും അതുപോലെ തന്നെ ഡെപ്തുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. എന്നാലും 46 വർഷത്തിൻ്റെ ആഘോഷം നമ്മുടെ NTV പ്രേക്ഷകർക്കൊപ്പം ഈ കേക്ക് മുറിച്ചുകൊണ്ടാവാം. ഇന്ത്യൻ സിനിമയിൽ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇനിയുള്ള വർഷങ്ങൾ അതിഗംഭീരമായ കൂടുതൽ റോൾസൊക്കെ നമുക്ക് സമ്മാനിക്കുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ ആഘോഷം NTV പ്രേക്ഷകർക്കൊപ്പം വൈഫിനെ ശ്രീ ചേച്ചിക്ക് കൊടുത്തോളൂ ആദ്യം. കാരണം ഫുൾ ടൈം സപ്പോർട്ടിന് ദെയർസ് എ ലോട്ട് ഓഫ് സാക്രിഫൈസസ് ബീയിങ് ഡൺ ഫ്രം ദ ഫാമിലി. എന്നാലും മേ ഗോഡ് ബ്ലെസ് യു ഓൾ.
അപ്പോൾ സകുടുംബത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ വളരെ സ്പെഷ്യലായിരുന്നു. അശോകൻ സാറും വൈഫ് ശ്രീജ മാം ആൻഡ് മകൾ ഒക്കെ നമ്മളോടൊപ്പം ഒരുപാട് നേരം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. താങ്ക് യു. ആൻഡ് ശിവേട്ട താങ്ക് യു സോ മച്ച് ഇവരെ എഫേർട്ട് എടുത്ത് കൊണ്ടുവന്നതിന്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ എന്തായാലും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. യു ആർ വാച്ചിങ് NTV, UAE's #1 Indian television channel available in UAE, Qatar and Saudi Arabia. God bless you all. NTV UAE to the world.